എത്ര ദിവസം നമ്മൾ വന്നിട്ട് നോക്കാം പോയി നോക്കാം. മെച്ചമല്ല പഴയ മാതിരി അല്ലേ? പ്രാവശ്യം ഒന്നുമില്ല. എന്താ ചെയ്യാ? ഭയങ്കര വീട്, നമുക്ക് പോയി നോക്കല്ല. നല്ല വലിയ വീടാ, നടക്കും കിട്ടാതിരിക്കില്ല. ആക്കു ആക്കു എന്താ മക്കളെ? ആക്കു ഞങ്ങൾ സക്കാത്തിന്റെ പൈസക്ക് വന്നാണ്. ഇവിടെ ഒന്നുമില്ല മക്കളെ. വലിയ മണിമാളികയായിട്ട് ഒന്നുമില്ല. ചില ആൾക്കാർ ഇങ്ങനെ എന്താ ചെയ്യുക, ചില ആൾക്കാർ ഇങ്ങനെ ചില ആൾക്കാർ അങ്ങനെ ഒന്നും കിട്ടൂല. പണ്ടത്തെ മാതിരിയൊന്നുമില്ല. 22 രാവിലെ വെറുതെ അന്ന് കാല് തൊലിയിരിക്കും. ഇത്രയും വലിയ വീടും വെച്ചിട്ട് വലിയ വീടും വെച്ചിട്ട്. അല്ല മക്കളെ, നിങ്ങൾ ആരിനെ പറ്റിയിട്ട് പിരായി പോകും? ഈ പെരീത കാക്കാനെ അതിന്റെ ഞങ്ങൾ മൂന്നാൾ എന്നിട്ട് അവിടെ ഒന്നുമില്ല. 26 രാവിലെ അവിടെ ചെന്ന് സക്കാത്ത് വെച്ചപ്പോ ഒന്നുമില്ല. ഈ കാക്കേ എടാ ചെങ്ങായി, ഈ കാക്ക ഇഷ്ടംമാതിരി പൈസ കൊടുക്കുന്ന ആളാ. ഓൻ്റെ അവസ്ഥ ഇപ്പം എനിക്കറിയില്ല. ഈ വീടുണ്ടല്ലോ, ഓന് ഗൾഫിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണിത്. 5 പെൺകുട്ടികളാ. ഈ 5 പെൺകുട്ടികളിൽ നല്ല മാനമര്യാദയായിട്ട് കെട്ടിച്ചു വിട്ടു. ഇപ്പോൾ ഓന് പാവം പാപ്പരായി പോയി. എന്ത് ചെയ്യാനാ? അടുത്ത മാസം ഉണ്ടല്ലോ ഓൻ്റെ വീട് ജപ്തിയാ. ഓനില്ല പെരുന്നാൾ കിട്ടാ ഞാൻ പോണത്. അത് നിങ്ങൾക്ക് അറിയോ? ഓ ഇല്ല കാലത്തുണ്ടല്ലോ വാരിക്കോഴി ജനങ്ങൾക്ക് ഇഷ്ടംമാതിരി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വാങ്ങിക്കണം. അതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ ആയിട്ട് പറയണേ. അതറിയാം നിങ്ങൾക്ക്? ഈ പൈസ ഉണ്ടല്ലോ, ഈ പൈസ ഓന് പെരുന്നാളായിട്ട് എന്തെങ്കിലും എടുത്തോട്ടെന്ന് എഴുതിയിട്ടാണ് കൊടുക്കാൻ വേണ്ടി പോകണം. അത്രയും പാവപ്പെട്ട മനുഷ്യനാണ്. എന്നിട്ട് നിങ്ങൾക്ക് വല്ല ചീത്ത പറയണം. ഞങ്ങൾക്ക് തെറ്റുപറ്റിയാക്കാം. അത്രയും വലിയ മണിമാളുണ്ടായിരുന്നു, ഞങ്ങൾ പലതും തെറ്റിദ്ധരിച്ചു. അതന്നെയാണ് ഇപ്പം എല്ലാവരും കേടേ. വലിയ വീടുണ്ടാവും, ഉള്ളിലെ സ്ഥിതി ആർക്കും അറിയില്ല. കുടിക്കാൻ കഞ്ഞിൻ്റെ വെള്ളം കൂടി ഉണ്ടാവില്ല. അങ്ങനത്തെ കഷ്ടകാലത്തിനാണ് ഇപ്പോൾ ആ പാവം നിൽക്കുന്നത്. എന്തായാലും നിങ്ങളെ ഒരിടത്തേക്ക് പോവല്ലേ? നിങ്ങൾക്ക് കിട്ടിയും കൂടി ഒരിടത്ത്. അതെ, അടച്ചങ്ങൾക്ക് വർക്കത്ത് തരും കേട്ടോ. അതെ, ഞാനത് ഒരു കാര്യം ചെയ്തൊക്കെ പാടെ കൂടിയിട്ട് പോയി നിങ്ങളെ പേരും പറഞ്ഞിട്ട് കൊടുക്കാം. ചെള്ളേ അതാ നല്ലത്. എൻ്റെ അടുത്തില്ല കാര്യം ഞാൻ കൂട്ടിയിട്ട് ഒക്കെപ്പാടെ കൂട്ടിയിട്ട് കൊടുക്കാം. ചെള്ളേ ഏതായാലും ഉണ്ടല്ലോ, നിങ്ങൾ തന്ന സഹായം ഉണ്ടല്ലോ, ഞാനും ഓനും ഒരിക്കലും മറക്കൂല. പടച്ചോ നിങ്ങളെ വലക്കൂല. നിങ്ങൾക്ക് വേറെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തന്നതിനേക്കാളും ജാസ്തി പൈസ കിട്ടും. ഈ ഒരു മഹാഭാവത്തിന് നിങ്ങളെ മനസ്സുണ്ടല്ലോ, അൽഹംദുലില്ലാ നല്ല മനസ്സാട്ടോ. എന്നാ ശരി, എന്നാ നിങ്ങളെ ഒരിക്കലും വലക്കൂല പടച്ചോ കേട്ടോ. ശരി എന്നാ, ഓക്കെ എന്നാ. മോലെ അവിടെ ഉണ്ടോ? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെയാ വർത്താനോ? അൽഹംദുലില്ലാ ഖൈറാണ്. സുഖല്ലേ? എടാ അതെ, പെരുന്നാക്കില്ല കിറ്റാനൊക്കെ അതിനുള്ളിൽ വെച്ചാ 2-3 കുട്ടികൾ ഇപ്പൊ പോയില്ലേ? അപ്പൊ അവരെന്തൊക്കെയാ പറയണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവരെ മനസ്സറിഞ്ഞിട്ട് തന്നതാ ഈ പൈസ. ഇതവിടെ വെക്ക്. അല്ല, ഇതവിടെ വെക്ക്. ഒരു തന്നു പോയതല്ലേ, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നു പോയതാണ്. പടച്ചോ അതിന് ഒലിക്കില്ല കൂലി കൊടുക്കട്ടെ, വേറെ അതിന് കേടിയാൽ മതി കേട്ടോ. കാറിലടാ ഒക്കെ ശരിയാവും. പിന്നെ അത് ഓലെ വകയാണ്. ഇന്റെ വകയായിട്ട് എനിക്ക് ഇതിൽ തരണ്ടേ? ഇത് കൈ പൊടി, എന്നാ ഇത് പൊടി. സാരല്ലടാ, ഒക്കെ എന്ത് ചെയ്യാനോ, പടച്ചോനല്ല വലുത്. ഒക്കെ ശരിയാവൂടാ, ഒക്കെ ശരിയാവും. ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങണടാ അടുത്ത മാസം. ഇല്ല, പടച്ചോനല്ലടാ വലുത്. പടച്ചോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവൂടാ.